ഇന്ന് കാലത്ത് 8 മണിക്ക് തന്നെ റെഡിയായി ദേ ആ കാണുന്ന ഗ്രൗണ്ടിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ. ഡെയിലി നമ്മൾ ഈ പുറകിലുള്ള ഗേറ്റിലൂടെയാണ് പോവാറ്. പക്ഷേ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ മെയിൻ ഗേറ്റിലൂടെ മാത്രമേ നമുക്ക് അതിനുള്ളിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ചുറ്റി വളഞ്ഞ് വേണം ഇന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ. പോകുന്നതിനിടയ്ക്ക് നമുക്ക് ഇവിടുത്തെ ഗാർഡൻ കാണാം കേട്ടോ. അന്ന് ഇതൊന്നും പൂവിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാത്തിലും പൂക്കൾ നിറഞ്ഞ് വളരെ മനോഹരമായിട്ടിരിക്കുകയാണ് കേട്ടോ ഗാർഡൻ. 9 മണിക്കാണ് കേട്ടോ ഇവിടുത്തെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം നമ്മളൊരു 8:30 ആകുമ്പോഴേക്കും അവിടെ പോയി സീറ്റ് പിടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുൻപായിട്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ മുകളിലാണ് ഇന്ന് ഏട്ടന് ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ മുകളിൽ നോക്കിയാൽ കാണാൻ ഏട്ടൻ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൂടി വന്നു കേട്ടോ. ഈ ഹോസ്പിറ്റലിൻ്റെ ജസ്റ്റ് പുറകിലായിട്ടാണ് ആ ഗ്രൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വാച്ച് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഇന്ന് ഏട്ടന്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് വന്ന് നമ്മൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ റിഫൈനറി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. വളരെ നീറ്റായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. നമ്മളവിടെ എത്തിയതും പരേഡ് സ്റ്റാർട്ട് ചെയ്തതെന്ന് കേട്ടപ്പോൾ ഉള്ള ആതിരയുടെ ഓട്ടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിലെത്തിയിട്ടു. ഗേറ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റില്ല. ഇവിടെ അത്യാവശ്യം സെക്യൂരിറ്റിയും ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. ആ ചെക്കിങ് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് അതിനുള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ ബാഗ് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ആ ഒരു പ്രൊസീജിയറും കൂടി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഉള്ളിലോട്ട് കടക്കാൻ പറ്റിയത്. ഉള്ളിലോട്ട് എത്തിയപ്പം ഇതാണ് വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് ഇവിടുത്തെ. ഇവിടെയാണ് ഇന്നത്തെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസൊക്കെ നടക്കുന്നത്. പ്രോഗ്രാംസ് എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. വരുമ്പോൾ തന്നെ പരേഡിന് വേണ്ടി റെഡി ആയിരിക്കുന്ന സ്കൂൾ സ്റ്റുഡൻസ്, അതുപോലെ ഗൈഡ്സ്, സ്കൗട്ട്, എല്ലാത്തിലുള്ള കുട്ടികൾ, പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റീസ്. ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ ലേഡീസ് ബറ്റാലിയൻ കാണാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ മെയിൽ ബറ്റാലിയനും അതുപോലെ NCC കാഡറ്റ്സ് തുടങ്ങിയിട്ട് കുറച്ച് ടീംസിനെ അപ്പുറത്തും കാണാം. അതായത് അവർ ഇതുപോലെ 2 സൈഡിൽ നിന്ന് മാർച്ച് ചെയ്തിട്ട് സെൻറ്ററിലോട്ട് അറേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മാർച്ചിങ് ആണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവർ കറക്റ്റ് സ്റ്റേജിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് അറേഞ്ച് ആവുകയാണ് ചെയ്യുക. അപ്പം ഇതാണ് ആ കാഴ്ച. അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അവരുടെ ലെഗ് മൂവ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് വരുമ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഇത്. പിന്നെ ഇവിടുത്തെ IOCLൻ്റെ EDയെ ആനയിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അതും കടന്നു വന്ന് നമ്മൾ പിന്നെ ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ട് സീറ്റ് പിടിച്ചു. ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ പരേഡൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പോൾ ഗ്രൗണ്ടിൽ അത്ര തന്നെ തിരക്കൊന്നുമില്ല കേട്ടോ. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. സീറ്റൊക്കെ അത്യാവശ്യം കാലിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു 9 മണിയാവുന്നതോടുകൂടി ഈ ഒരു സീറ്റ് പെട്ടെന്ന് തന്നെ ഫുള്ളാവും കേട്ടോ. ഈ ഒരു ഏരിയയിലാണ് സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വരുന്നത് കേട്ടോ. ഇവിടെയാണ് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. പിന്നെ ആ കാണുന്ന ക്യാപ്പ് വെച്ച 2 പേര് അവരാണ് ഇന്നത്തെ പൈലറ്റ്സ്, ജിഷ്ണു ഏട്ടനും രോഹിത് ഏട്ടനും. അതിന് മുകളിലായിട്ടാണ് VIP സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ എപ്പോഴത്തെ പോലെ നമ്മൾ 4 പേര് കൂടിയാണ് പ്രോഗ്രാം കാണാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം എഴുന്നേറ്റ് നിന്നു. പിന്നീട് ED ആ വാഹനത്തിൽ പരേഡിൽ പങ്കെടുത്തിട്ടുള്ള സ്റ്റുഡൻസിനെയും സോൾജേഴ്സിനെയും അതുപോലെ ഇവിടുത്തെ VIPസിനെയും ഗസ്റ്റുകളെയും അതുപോലെ കാണികളെയും എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട് കടന്നു പോകുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരേഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഓരോ ടീമായിട്ട് വേദിയെ സല്യൂട്ട് ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. NCC സ്റ്റുഡൻസാണ് ഫസ്റ്റ് തന്നെ ഉള്ളത്. അതിന് പുറകിലായിട്ട് മറ്റു സ്റ്റുഡൻസും CISFൻ്റെ സോൾജേഴ്സും സെക്യൂരിറ്റീസും എല്ലാവരും കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അസമിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സോടുകൂടി ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്രൗണ്ട് നിറയെ സ്റ്റുഡൻസാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസാണ്. അവരുടെ അതിമനോഹരമായ ഡാൻസ് പെർഫോമൻസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച ഒരു മാതൃക കൂടി അതുവഴി കടന്നുപോയിട്ടും. അതിനുശേഷം അവിടുത്തെ കുട്ടികളുടെ ഒരു എന്താ പറയുക, കാർഗിൽ യുദ്ധത്തിൻ്റെ ബേസിലുണ്ടായിട്ടുള്ള ഒരു തീമിൽ ഒരു സ്കിറ്റ് നടന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കമാൻഡോയുടെ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ CISFൻ്റെ സോൾജേഴ്സ് തന്നെയാണ് അവർ ചെയ്യുന്ന ഡെമോൺസ്ട്രേഷനാണ്. അതും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ.
പോകുന്ന വഴിക്ക് ഏട്ടനെ ഒന്ന് കണ്ടായിരുന്നു. ആൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ആളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാഗ് എന്നെ ഏൽപ്പിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ഗേറ്റ് കടന്ന് പോവാണ് കേട്ടോ. ഇതും ആസാമീസിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇവിടെ ഓരോരുത്തരും അവരുടെ വിഭാഗം അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡ്രസ്സിങ് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ നേരത്തെ നമ്മൾ വന്നിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ മുൻപിലുള്ള ഗാർഡനാണ് കേട്ടോ. ഇത് ഇവിടുത്തെ മെയിൻ ഗാർഡൻ. ഇവിടെ അടുത്ത മാസം ഫ്ലവർ ഷോ ഉണ്ടായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ്. അതെല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിറയെ പൂക്കളായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ കേട്ടോ.